പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരാൾ എന്നോട് കമന്റ് ഇട്ട് പറഞ്ഞായിരുന്നു നമ്മുടെ സ്കൂൾ ഷോപ്പിങ്ങിന്റെ ഫുൾ വീഡിയോ ഇടണേന്ന്. പക്ഷെ ഇത് സ്കൂൾ ഷോപ്പിങ്ങിന്റെ ഫുൾ വീഡിയോ അല്ല, നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തപ്പോഴേ അല്ല, അന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചായിരുന്നു സാധനങ്ങളുടെ അൺബോക്സിംഗ് ഒക്കെ വീഡിയോ ചെയ്യണം. അൺബോക്സിംഗ് അല്ല, എല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്ന്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ വസ്തുവിന് വേണ്ടി വാങ്ങിയെന്ന് നോക്കിയാലോ. നമ്മൾ ഇപ്രാവശ്യം ഒട്ടും പ്ലാനിങ് ഇല്ലാതെ പോയ സാധനങ്ങളൊക്കെ വാങ്ങിയത്. യൂണിഫോം വാങ്ങാൻ വേണ്ടി പോയതാ, സ്കൂളിൽ നിന്നല്ല, മെറ്റീരിയൽ എടുത്ത് നമ്മൾ അല്ലാതെ സ്റ്റിച്ച് ചെയ്യിക്കാന്ന് കരുതി സാധനങ്ങൾ വാങ്ങാൻ, യൂണിഫോം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ആ കൂട്ടത്തിൽ കയറി അങ്ങ് വാങ്ങുമായിരുന്നു. നേരത്തെ നമ്മൾ ആലപ്പുഴയിൽ പോയി വാങ്ങാനൊക്കെ പ്ലാൻ ഇട്ടെങ്കിലും അവിടെ വരെ പോകുന്ന ബുദ്ധിമുട്ട് ഓർത്ത് ഹരിപ്പാടിൽ നിന്ന് തന്നെ വാങ്ങിയത്. അപ്പൊ നമ്മൾ ഹരിപ്പാട് തന്നെ പോയാ സാധനം വാങ്ങിയത്. ഹരിപ്പാടാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നാച്ചുറലിൽ തന്നെ പോയാ വാങ്ങുന്നത്. കുമാരസ്വാമിയുടെ കടയിൽ പോയാ ആദ്യം യൂണിഫോം വാങ്ങിയത്. മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞ വർഷം തീരാറായ സമയത്ത് വസ്തുവിന്റെ യൂണിഫോം എല്ലാം ചീത്തയായിട്ട് 2 ജോഡി റെഡിമെയ്ഡ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രാ 2 ജോഡിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതേ ഫസ്റ്റ് തന്നെ വസ്തുവിന്റെ യൂണിഫോമാ. അപ്പം അതിനകത്ത് ആദ്യം തന്നെ വസ്തുവിന്റെ യൂണിഫോം 2 ഷർട്ടിനുള്ള മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാൻ്റ് അല്ല, നിക്കറാ, 1ാം ക്ലാസ്സിലല്ലേ, അതുകൊണ്ട് 2 നിക്കറിനുള്ള മെറ്റീരിയലും അതായിരുന്നു അവിടുന്ന് വാങ്ങിയത്. പിന്നെ അവിടുന്ന് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് അവന് സോക്സും വാങ്ങുന്നത്. എനിക്ക് വേറെ ഞാൻ ഒരിടത്തുനിന്ന് സോക്സ് വാങ്ങേണ്ടി എനിക്ക് അങ്ങോട്ട് റെഡി ആകാത്ത പോലെ തോന്നി. അതുകൊണ്ട് 3 ജോഡി സോക്സ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പോരാതെ വരും. ഇനി സ്കൂള് അടയ്ക്കുന്ന ടൈം വരെ ഇനി ഇതൊന്നും പോരാതെ വരും. അപ്പൊ നമ്മൾ വേറെ വാങ്ങും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ 3 ജോഡി സോക്സ് വാങ്ങിയിട്ടുണ്ട്. അല്ല, 3 ജോഡി അല്ല, 4 ജോഡി വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം അവിടെ ചിട്ട് നോക്കിയതായിരുന്നു. അങ്ങനെ 4 ജോഡി സോക്സ് വാങ്ങിയിട്ടുണ്ട്. കണ്ടോ ഗായ്സ്, ഇതാണ് കണ്ട്. പിന്നെ ഇന്നർ ബനിയൻ വാങ്ങിയിട്ടുണ്ട്. ഇന്നർ ബനിയൻ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഒരു 3 എണ്ണം വാങ്ങിയിട്ടുണ്ട് ഇന്നർ ബനിയൻ. ഇത്രയായിരുന്നു നമ്മൾ ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിയത്. യൂണിഫോമും സോക്സും ഇന്നർ ബനിയനും. ബാക്കി സാധനങ്ങളൊക്കെ അവന് ഇരിപ്പുണ്ട്. സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി വാങ്ങിയ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നമ്മൾ നാച്ചുറലിൽ നിന്നാണ് വാങ്ങിയത്. ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് വാങ്ങിയത്. അതിന് മുന്നേ ഉള്ള LKGയിലും ഇപ്പോൾ 1ാം ക്ലാസ്സിലും നമ്മൾ നാച്ചുറലിൽ നിന്ന് തന്നെ വാങ്ങിയത്. ഹരിപ്പാട് നല്ല കളക്ഷനി ഒരുപാട് ഐറ്റംസ് ഉള്ളത് നാച്ചുറലിലാന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, പറയാം. പിന്നെ ഞങ്ങള് ഒരു 12, 13 ആ ഒരു ഡേറ്റ് ഒക്കെ ആയപ്പോൾ വാങ്ങിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം എല്ലാം തിരിവൊക്കെ ആവും. അത് മാത്രമല്ല ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് സ്വസ്ഥമായിട്ട് നിന്ന് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. എന്നിട്ട് തന്നെ ഞങ്ങൾ ചെന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ആദ്യം തന്നെ സ്നാക്സ് ബോക്സ് കാണിക്കാം. ആദ്യം തന്നെ ഇതൊക്കെ എല്ലാ വർഷവും വാങ്ങിക്കുന്നത്. ഒരു വർഷം കൊണ്ടും അടുത്ത വർഷം കൊണ്ടുപോകത്തില്ല. എല്ലാ പ്രാവശ്യവും വാങ്ങിക്കുന്ന സാധനത്തിൽ നിന്ന് അപേക്ഷിച്ച് ലഞ്ച് ബോക്സും കുടയും മാത്രമാണ് ഇപ്രാവശ്യം വാങ്ങാതിരുന്നത്. കാരണം LKG UKGയിലും ഓരോ കുട വാങ്ങി. ഇവർക്ക് നമുക്ക് സ്കൂൾ ബസ്സിൽ കുടയൊന്നും കൊടുത്തു വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത്തവണ ഞാൻ കുട വാങ്ങിയില്ല. അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് വസുവിന്റെ നവംബറിലായിരുന്നു ബർത്ത്ഡേ. അപ്പൊ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സെപ്പറേറ്റ് ലഞ്ച് ബോക്സ് വാങ്ങാനും നിന്നില്ല. അപ്പൊ അതേ ടിഫിൻ ബോക്സ് ഒരെണ്ണം വാങ്ങി. അപ്പൊ അസു എന്നോട് പറഞ്ഞു തരുമായിരുന്നു ടിഫിൻ ബോക്സ് അല്ല, സ്നാക്സ് ബോക്സ് ആണ് ഇത്. ശരിയാ, സ്നാക്സ് കൊണ്ടുപോകാനുള്ളതാ. പക്ഷെ ശരിയല്ല, ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്. സ്പൂൺ ഉണ്ട്, പിന്നെ കറിയൊക്കെ കൊണ്ടുപോകാൻ ചെറിയൊരു പാത്രമുണ്ട്. ഇതൊക്കെ നമ്മളങ്ങ് എടുത്ത് മാറ്റും. ഇത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇതിൽ ചിലപ്പം വേണമെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ ചൂടാറിയ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തു വിടും. ഞാൻ അങ്ങനെ പ്ലാസ്റ്റിക്കിനകത്ത് പൊതുവെ കൊടുത്തു വിടത്തില്ല. ചൂടാറി കഴിഞ്ഞ് വേണേൽ കൊടുത്തു വിടും. ഇത് കാണിച്ചപ്പോഴാണ് ഞാൻ ഇവന് കറി കൊണ്ടുപോകാൻ ചെറിയൊരു പാത്രം വാങ്ങിക്കാൻ മറന്നുപോയി, അത് ഓർത്തത്. അതിനി പോയി വാങ്ങണം, സ്റ്റീലിന്റെ. അതിന് തുറക്കാനൊക്കെ എളുപ്പമുള്ള ഒരു പാത്രം വാങ്ങിക്കണം. അപ്പൊ ഇത് ആദ്യം തന്നെ അവന്റെ ലഞ്ച് ബോക്സ്, അല്ല സോറി, സ്നാക്സ് ബോക്സ്. എന്തോ ലഞ്ച് ബോക്സ് എന്നാ അവർ പറയുന്നത്. പക്ഷെ നമ്മള് കുഞ്ഞുങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ അങ്ങനെ കൊടുത്തു വിടത്തില്ലല്ലോ. പിന്നെ വസ്തുവിന് വാങ്ങിയെന്ന് വെച്ചാൽ ഷൂ ആ വാങ്ങിയത്. കുറെ തപ്പിയിട്ട് ഈ ഷൂ വാങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് വാങ്ങി ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഷൂവിന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഷൂ ഇട്ടുകൊണ്ട് പോട്ട ആള്, അതൊക്കെ കുറച്ചുകൂടെ ചീത്തയായി കഴിയുമ്പോൾ ഇത് എടുക്കാന്ന് വിചാരിച്ച്. ഇവന് കാലിന് നല്ല വലിപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ ഇതേ വലിയ ഷൂ ആണ് വേണ്ടത്. ഞങ്ങൾ ഒഡീസിയുടെ വാങ്ങുന്നത്. ഇത് പക്ഷെ ബാറ്റാടയാണ്. ഇതിന് 549 രൂപയാണ്. ഡിസ്കൗണ്ട് കഴിച്ച് 505 രൂപയാണ് കിടക്കുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഷൂവിന് ഒരു കുഴപ്പമില്ല, പോളിഷ് ചെയ്തെടുത്താൽ അതും അടിപൊളി തന്നെ. അപ്പൊ ഇത് എന്തായാലും തൽക്കാലത്തേക്ക് അങ്ങ് വെക്കാന്ന് കരുതി. ഇവർക്ക് പിന്നെ ബുധനാഴ്ച ഒന്നും
വൈറ്റ് ഒന്നും അല്ല, സാധാ ഇവരുടെ യൂണിഫോം തന്നെ. അതുകൊണ്ട് സെപ്പറേറ്റ് വേറെ ഷൂവിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഷൂ തന്നെ ഫുൾ ഡേ ഇടേണ്ടത്. അപ്പൊ അത് കഴിഞ്ഞ് ഷൂ ആ വാങ്ങിയത്. പിന്നെ വാങ്ങിയത് ചെരുപ്പ്. മഴയാണെങ്കിൽ ഇവർക്ക് ഷൂ ഇടണ്ട, പകരം ഈ ബ്ലാക്ക് കളറിലെ ചെരുപ്പ് തന്നെ ഇടണം. അത് ബ്ലാക്ക് തന്നെ ആയിരിക്കണം നിർബന്ധമുണ്ട്. അപ്പൊ LKG UKG ആള് LKG വെച്ച് വാങ്ങിയത് തന്നെ ഇട്ട്, പക്ഷെ അത് ചെറുതായിപ്പോയി. അപ്പൊ ഇപ്രാവശ്യം ബ്ലാക്ക് കളറിലെ പുതിയൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഷൂ കഴിഞ്ഞ് ചെരുപ്പ്. ഇത് മഴ വരുമ്പോ ഈ ചെരുപ്പ് ഇട്ടാൽ മതി, ഷൂ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ മെയിൻ ആയിട്ട് വാങ്ങിയ സാധനമാണ് ബാഗ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്തതും ഈ ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടിയായിരുന്നു. ഏതെടുക്കണം എങ്ങനെ എടുക്കണം ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. 2 വർഷത്തെ വാറണ്ടി ഒക്കെ ഉള്ള അടിപൊളി ബാഗൊക്കെ ഉണ്ടായിരുന്നു. 2500 രൂപ ആ ഒരു റേറ്റ് ഒക്കെ ഡിസ്കൗണ്ട് വെച്ച് നമുക്ക് 2000 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഓർത്തോ വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ LKG ഒരു ബാഗ്, UKG ഒരു ബാഗ്, 1ാം ക്ലാസ്സിൽ ഒരു ബാഗ്. കുഞ്ഞു പിള്ളേരല്ലേ, അവരെന്തായാലും 1 വർഷത്തിൽ കൂടുതൽ ഒരു ബാഗ് അവർ കൊണ്ടുപോകത്തില്ല. അപ്പൊ പിന്നെ നമുക്ക് 2 ബാഗ് 1 വർഷത്തിൽ കൂടുതൽ ഒരു ബാഗ് അവർ കൊണ്ടുപോകത്തില്ല. അപ്പൊ നമ്മൾ വെറുതെ ഇത്രയും കൂടിയ ബാഗ് ഒന്നും മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതോ ഈ കൂടിയ ബാഗൊക്കെ എന്ന് വെച്ചാൽ നല്ല ലൈറ്റ് കളറാണ്, നല്ല സ്കൈ ബ്ലൂ, അതുപോലെ തന്നെ ഈ ഫ്ലൂറസൻ ഗ്രീൻ, അതുപോലത്തെയൊക്കെ ലൈറ്റ് ആയിട്ടുള്ള കളറാണ്. പെട്ടെന്ന് അഴുക്കും പിടിക്കും. അപ്പൊ പിന്നെ അത് നോക്കിയില്ല. പകരം ഈ ബാഗ് വാങ്ങിച്ച് 895 റേറ്റ്, 790 ആ ഒരു റേഞ്ചിനെങ്ങാണ്ട് ഡിസ്കൗണ്ട് കഴിച്ച് കിട്ടി. ഇത് നല്ല അടിപൊളി ഒരു ബാഗാ. വീഡിയോക്കകത്ത് എത്ര മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. നല്ല അടിപൊളി ഒരു ഓറഞ്ച് കളറായിരുന്നു. എനിക്ക് ചെന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ചേട്ടൻ ഇച്ചിരി വലിപ്പം കുറവാണോ എന്നുള്ള ഒരു സംശയത്തിൽ ഒന്ന് മടിച്ചായിരുന്നു. പിന്നെ ഇത് തന്നെ അങ്ങ് എടുത്ത്. അവന് ഈ ഡോറയുടെ അങ്ങനത്തെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇത് തന്നെ എടുത്ത്. ഇതിനും വാറണ്ടി ഒക്കെ ഉള്ള ബാഗാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറ്റിയ സിബോ എല്ലാത്തിനും വാറണ്ടി ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ബാഗാണ് വാങ്ങിയത്. അപ്പം ബാഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് കമന്റ് ഇടണേ. അതൊക്കെ ഞാൻ വായിച്ചു കൊടുക്കുമ്പോൾ വസുവിന് ഒരു സന്തോഷമാകും. കാരണം പുള്ളിക്കാരൻ ഈ ബാഗ് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറെയൊക്കെ സാധനമൊക്കെ വാങ്ങിക്കൊടുത്ത് പുള്ളിനെ അങ്ങ് ആശ്വസിപ്പിക്കുമായിരുന്നു ചെയ്തത്. അപ്പൊ ബാഗിനകത്ത് ബുക്ക് വാങ്ങിയിട്ടുണ്ട്. ബുക്കാ വാങ്ങിയ ഫേവറേറ്റ് ആയിരിക്കും ക്ലാസ്മേറ്റ്സിന്റെ ബുക്ക്. ഞാൻ പണ്ട് കൊച്ചിലെ പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ ചേട്ടൻ്റെ ഒക്കെ ഫേവറേറ്റ് ആയിരുന്നു ക്ലാസ്മേറ്റ്സിന്റെ ബുക്ക്. ഞങ്ങൾ ഇതേ വാങ്ങിക്കത്തുള്ളായിരുന്നു. ഞങ്ങൾ നല്ല ഒട്ടുമിക്ക എല്ലാവരും ഇതേ വാങ്ങിക്കത്തുള്ളൂ. കുറച്ച് വില കൂടിയാണെങ്കിലും പേജൊക്കെ നല്ല അടിപൊളിയാണ്, വാങ്ങാൻ അടിപൊളിയാണ്. പക്ഷെ ഇപ്പം എല്ലാവരും ഈ ഒരു ബുക്കാണ് വാങ്ങുന്നത്. ഇത് വേറെ ഒന്നും വാങ്ങി ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് സ്കൂളിൽ നിന്ന് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വാങ്ങേണ്ടത്. അപ്പൊ അതേ മൊത്തം 11 ബുക്കാണ് വാങ്ങിയിട്ടുള്ളത്. അതിനകത്ത് ഞാൻ ബൈൻഡ് ബുക്കാണ് വാങ്ങിയത്. അതാകുമ്പോൾ പിള്ളേർക്ക് ഒന്നുകൂടെ സുഖമല്ലേ. മറ്റേതാണെങ്കിൽ പളവളാന്ന് കിടക്കും. ഇതാകുമ്പോൾ ബൈൻഡ് ആകുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാ. അതിനകത്ത് 4 ലൈൻ ഉണ്ട്. പിന്നെ റൂളഡ് അൺറൂളഡ് എല്ലാ ബുക്കും ഉണ്ട്. 2 ലൈനും എല്ലാം ഉണ്ട്. അങ്ങനെ മൊത്തം 11 ബുക്കാണ് വാങ്ങിയത്. ഇനി ഇതൊക്കെ പൊതിഞ്ഞ് ബ്രൗൺ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് അതൊക്കെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷം അങ്ങനെയാണ്. എനിക്ക് വേണ്ടി പണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു പ്രായം കഴിഞ്ഞപ്പം എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്റെ മോന് വേണ്ടി ചെയ്യുമ്പോഴും അതെനിക്ക് പ്രത്യേക ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ടെക്സ്റ്റ് ബുക്കും കൂടെ ഇന്ന് കിട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് പൊതിഞ്ഞ് എല്ലാം സെറ്റാക്കി വെക്കണം. ഞങ്ങൾക്ക് വസുവിന് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം. 29-ാം തീയതി 30-ാം തീയതി അത് കഴിഞ്ഞുള്ള 2-3 ദിവസമൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കും. അപ്പൊ അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞെല്ലാം സെറ്റാക്കി വെക്കണം. അപ്പം ബുക്ക് അത് കഴിഞ്ഞ് വാങ്ങിച്ചത്. പിന്നെ ലഞ്ച് ബാഗ് ഞാൻ കൂടുതലും എന്നല്ല ഒട്ടും അവന്റെ ബാഗിനകത്ത് തന്നെ വെച്ച് അവന്റെ ലഞ്ച് കൊടുത്തു വിടത്തില്ല. ലഞ്ച് ബാഗ് തന്നെ എപ്പോഴും ഞാൻ വാങ്ങുന്നത്. കാരണം ഞാൻ 1-2 വട്ടമൊക്കെ ബാഗിനകത്ത് കൊടുത്തു വിട്ടപ്പോഴേ കറി എല്ലാം അതിനകത്ത് കമത്തി ഭയങ്കര ഇതൊക്കെ അവൻ ഉണ്ടാക്കിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവന്റെ ഇതുപോലെ ഒരു ലഞ്ച് ബാഗ് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്നൊരു 2 ലഞ്ച് ബാഗ് വാങ്ങിയായിരുന്നു. ഞാൻ ഇതൊക്കെ നമ്മൾ വേറൊരു ടൈപ്പ് ലഞ്ച് ബാഗ് വാങ്ങുമ്പോൾ നൂല് അഴിഞ്ഞു പോകുന്ന പോലെ തോന്നിയായിരുന്നു. അപ്പം ഇത് വാങ്ങിയത് വേറൊരു ടൈപ്പാണ്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട്. 430 രൂപയായി ലഞ്ച് ബാഗിന്റെ റേറ്റ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പോത്തിലായിരിക്കും തോന്നുന്നു. നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് വാങ്ങിച്ചൊക്കെ ഭംഗി ഉണ്ടെങ്കിലും ഈ വള്ളിയൊന്നും ഒരു ബലമില്ലാത്ത, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ നൂല് അഴിഞ്ഞു പോകുന്ന പോലെ ആയിരുന്നു. അപ്പൊ ഇത് ഇത്ര റേറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നല്ലതായിരിക്കും. അങ്ങനെ ഒരു ലഞ്ച് ബാഗ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ അടിയിൽ സിബ് എടുത്തു കൊടുത്താൽ വീണ്ടും കുറച്ചും കൂടെ വലുതാകുന്ന ആ ഒരു ടൈപ്പൊക്കെയാണ്. ഇങ്ങനെ വലുതാകും, കുറച്ചും കൂടെ വലിപ്പമൊക്കെ വെക്കും. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ ആ സിബ് ഇട്ടങ്ങ് വെക്കാം. ഞാൻ ലഞ്ചും സ്നാക്സും കൂടെ ഒന്നിച്ച് ഇതിലാണ് വെക്കുന്നത്. ഇവർക്ക് പിന്നെ കഴിഞ്ഞ വർഷം വരെ സ്കൂളില് ടെക്സ്റ്റും നോട്ടും ഒന്നും ഇങ്ങോട്ട് കൊടുത്തു വിടത്തില്ല. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ കൊടുത്തു വിടത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും സ്കൂളിൽ തന്നെ അവര് അത് എല്ലാം വെക്കുന്നത്. അപ്പൊ ഇനി LKG UKG അങ്ങനെ ആയിരുന്നു. ഇനി 1 തൊട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ സാധാരണ ദിവസങ്ങളിൽ ബാഗ് കാലിയായിരിക്കും. എന്നാൽ പോലും ഞാൻ ലഞ്ച് ബാഗിലേ കൊടുത്തു വിടത്തുള്ളൂ.
അപ്പൊ ഇതൊക്കെയായിരുന്നു അടുത്തത് വാങ്ങിയത്. പിന്നെ ഇനി വളരെ കുറച്ച് കാര്യം കൂടെ ഉള്ളു. പിന്നെ ബ്രൗൺ പേപ്പർ വാങ്ങിയിട്ടുണ്ട്, ഇത്രയും വാങ്ങിയിട്ടുണ്ട്. ഈ ഒരെണ്ണം വെച്ച് ഈ ചെറിയ ബുക്ക് 12 എണ്ണം പൊതിയാന്ന് അവർ പറയുന്നത്. എന്തായാലും ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. തൽക്കാലം ചെയ്ത് നോക്കാം. പിന്നെ ചേട്ടൻ പറഞ്ഞു ഒരെണ്ണം വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു, അതും കൂടെ എടുക്കാം. പിന്നെ തികയത്തില്ലെങ്കിൽ ഒരെണ്ണം കൂടെ വാങ്ങിക്കാം. അങ്ങനെ ഇത് 2 എണ്ണം ഇപ്പൊ തൽക്കാലത്തേക്ക് വാങ്ങിയിട്ടുണ്ട്. ബ്രൗൺ പേപ്പർ വാങ്ങി. പിന്നെ വാങ്ങിയത് ഷൂ പോളിഷ് ചെയ്യുന്നതാ. ചേട്ടൻ ഇത്തവണ ഇതാ വാങ്ങിയത്. എനിക്ക് പക്ഷെ മറ്റേതായിരുന്നു കുറച്ചും കൂടെ സൗകര്യം. ഞാൻ LKG UKG ആ പേസ്റ്റ് പോലത്തെ ഒന്ന് തന്നെ എടുത്തത്. ബ്രഷ് UKG LKG വെച്ച് വാങ്ങിച്ച, സെപ്പറേറ്റ് വാങ്ങിക്കാൻ നിന്നില്ല. അത് പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അതിൻ്റെ ആ ക്രീം പോലത്തെ സംഭവം തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടനോട് ബ്രഷ് ഉണ്ട്, അതൊരെണ്ണം വാങ്ങിയാൽ മതി. അപ്പൊ അവര് പറഞ്ഞു ഇതാ എളുപ്പമെന്ന് പറഞ്ഞ് ഇത് വാങ്ങി. പക്ഷെ ഇത് ഇവിടെ കൊണ്ടുവന്നപ്പോ തന്നെ വസ്തുത ഇതിന്റെ ഇത് പൊട്ടിച്ചു കളഞ്ഞു. ചേട്ടൻ എന്തോ ചെയ്ത് വെക്കാന്ന് പറഞ്ഞു, ഇനി എന്തുവാന്ന് അറിയത്തില്ല. ഇത് കളഞ്ഞു. ഇത് ഒരുമാതിരി സ്പോഞ്ച് ആയിരുന്നു. എനിക്ക് ഇതിന്റെ പരിപാടി അറിയത്തില്ല. ഇതിങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ തേച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പൊ അടുത്തത് കുറെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു അവന്. എന്തുവാ കളർ പെൻസില്. പിന്നെ വാങ്ങിയത് പെൻസിലാ. എന്റെ ദൈവമേ, ഈ LKG UKG തൊട്ട് 1ാം ക്ലാസ് വരെ വാങ്ങിയിരിക്കുന്ന പെൻസിലിന് കയ്യും കണക്കും ഇല്ലെന്ന് വേണം പറയാൻ. ഇത് എന്ത് ചെയ്ത് തീർക്കുവോ, തിന്ന് തീർക്കുവാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിന് മാത്രം പെൻസിൽ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത് പറയുമ്പോഴാണ് ഇവിടെ ചിരിക്കുക. കാരണം ഇത് ചുമ്മാ കട്ടറിനകത്തോട്ട് കയറ്റുക, ചെത്തി അങ്ങ് കളയുക. ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഒരു കവർ വാങ്ങിച്ച് ഈ ഒരു കവർ പോയിട്ട് 9 കവർ കൊണ്ട് പോലും ഈ 1ാം ക്ലാസ് പുള്ളിക്കാരൻ തികയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും പെൻസിലാ വാങ്ങിക്കുന്നത്. എനിക്ക് അറിയത്തില്ല എനിക്ക് ഈ പെൻസിൽ എന്ത് ചെയ്ത് തീർക്കുവാണെന്ന്. അപ്പൊ അതേ ചെത്തി തീർക്കുവോ പെൻസിൽ. അപ്പൊ അതേ ഒരു പാക്കറ്റ് പെൻസിൽ വാങ്ങിയിട്ടുണ്ട്. 10 എണ്ണം ഉണ്ട്, ഒരെണ്ണം എടുത്തല്ലേ. ഇപ്പൊ 9 പെൻസിലേ ഉള്ളൂ. 10 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം അവൻ നേരത്തെ പൊക്കി. പിന്നെ ഇതിനകത്ത് ഇറേസറും കട്ടറും വരുന്നുണ്ട്. ഇറേസറും കട്ടറും വരുന്ന കാര്യം ഇപ്പോഴാണ് പുള്ളി കേട്ടത്. ഇനി ഇത് കിട്ടുവാണെങ്കിൽ അത് 2 എടുത്ത് മാറ്റും. അപ്പം ഇത് എന്തുവാ, ഇത് ഒരു കവർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്തുവാണോ ഇതുപോലത്തെ കളർ അടിക്കുന്ന സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല എന്തുവാന്ന്. പല പല കളറാ. ഇത് കളറാണ്. എന്തോ ഇങ്ങനെ കളർ. ഇത് ഇതിന്റെ അടപ്പാ. പിന്നെ പല പല കളറുണ്ട്. ഇത് ഇങ്ങനെയുള്ള കളറാ. 140 രൂപയായിരുന്നു. എന്തുവാ സംഭവം എനിക്കറിയാം. വലിയ തെളിച്ചൊന്നുമില്ല. ഒരുമാതിരി മങ്ങിയ കളറാ. അത് ഇങ്ങനെ കണ്ടോ, ഒരുമാതിരി മങ്ങിയ കളറാ. തെളിച്ചൊന്നുമില്ല. മഞ്ഞയൊന്നും കാണാൻ പോലും ഇല്ല. ഓറഞ്ച് ഉണ്ട്, പർപ്പിൾ, പിങ്ക്. ഇപ്പൊ ഇത്രയും കളറാ ഉള്ളത്. ഇത് തിരിച്ചിങ്ങനെ കയറ്റി അങ്ങ് വെച്ചാൽ മതി. നമ്മുടെ പണ്ടത്തെ പേന പെൻസിൽ പോലെ ഇങ്ങനെ അങ്ങ് കയറ്റി അങ്ങ് വെക്കുക ചെയ്യുന്നത്. എന്നിട്ടിങ്ങനെ അടപ്പിട്ട് വെക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ബില്ലടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ചേട്ടനോട് ഇത് മാറ്റി വെക്കാൻ. മറയ്ക്ക് ഇത് എന്തുവാന്ന് മനസ്സിലായില്ലായിരുന്നു എനിക്ക്. അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഇത് കളറാണെന്ന്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. 140 രൂപയായിരുന്നു. ആ വിലക്കുള്ളതൊന്നും ഇല്ല സത്യം പറഞ്ഞ. ചുമ്മാ ഇങ്ങനെ ഒരു കൗതുകത്തിന് കാണാം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കാണിക്കാൻ മറന്നുപോയ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ ബോട്ടിലാ. 150 രൂപയാ. വസ്തു ആണെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കും. സാധാരണ പിള്ളേരെക്കാൾ കൂടുതൽ അവൻ വെള്ളം കുടിക്കും. ഒരുപാട് സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും അവൻ ഒരുപാട് വെള്ളം വേണം. ചോറ് കഴിക്കുമ്പോഴാണെങ്കിലും ഒക്കെ അവൻ ഒരുപാട് വെള്ളം കുടിക്കും. അതുകൊണ്ട് ചെറിയ സാധാ 1/2 ലിറ്ററിന്റെ ബോട്ടിൽ വാങ്ങി അവന് ഒക്കത്തില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇതാ വാങ്ങിയത്. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവന് ചെറിയ ബോട്ടിൽ വാങ്ങിയിട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോൾ പോയി വേറെ ബോട്ടിൽ വാങ്ങുമായിരുന്നു. കാരണം അവന് ആ വെള്ളം അത്രയും അവന് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ വെള്ളം കുടിക്കുന്ന എപ്പോഴും നല്ലതല്ലേ, അതുകൊണ്ട് ഈ ബോട്ടിലാണ് വാങ്ങിയത്. ഞാൻ വേറെ ടൈപ്പ് ഉദ്ദേശിച്ചു, പക്ഷെ ആ ബോട്ടിൽ അവിടെ കിട്ടിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബോട്ടിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ താഴെ കുഴപ്പമില്ല, ചേട്ടനെ എടുത്തത്. പിന്നെ ഇങ്ങനത്തെ ഇത് വരുന്ന ബോട്ടിൽ, അതേ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിരുന്നു ഇത്തവണത്തെ നമ്മുടെ സ്കൂൾ ഓപ്പണിങ്ങിന്റെ ഷോപ്പിംഗ്. അപ്പം ഇനിയും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. റബ്ബർ, ഇറേസർ, അതൊക്കെ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ചേ വാങ്ങുള്ളൂ. കാരണം ഇതൊക്കെ വീണ്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം. ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചത്. ഇതിനെ പെട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിത്. അതെ, റബ്ബർ ഇല്ലെങ്കിൽ സാരമില്ല, പെട്ടി മതി.
പിന്നെ ഇതിന് ഇങ്ങനെ അകത്ത് ഒരു സംഭവമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത് വാങ്ങിക്കാം. ഏത് ഇഷ്ടപ്പെട്ടാലും സ്കൂള് തുറന്ന ഒരാഴ്ചക്കുള്ളിൽ ഇതൊക്കെ ഇതൊന്നും കാണത്തില്ല. ഇതൊന്നും ചോറല്ല, ഇതൊക്കെ തിന്ന് തീർക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇനി പൈസ ചെലവാക്കാൻ പോകുന്നത് പെൻസില്, ഇറേസർ, ഇതുപോലെ കട്ടർ, അങ്ങനത്തെ ഉള്ള സാധനങ്ങൾക്കായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ പൈസ ചെലവാകാൻ പോകുന്നത്. എന്നാൽ അതിനുള്ള എഴുത്തൊന്നും നോട്ടിലൊന്നും കാണത്തില്ല, പക്ഷെ ഇതൊക്കെ തീരും. അതൊക്കെയാണ് കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ മോന് അറപ്പുമില്ലായിരുന്നു ജോലി. അത്രയ്ക്ക് പെൻസിൽ അറുത്ത് മാറ്റും അവൻ. തിന്നത്തില്ല കേട്ടോ, അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. പണ്ട് ഒട്ടുമിക്ക പിള്ളേരും പെൻസിൽ കടിച്ചു തിന്നുമായിരുന്നു. ഇത് അങ്ങനത്തെ ഒരു കാര്യമില്ല, കടിക്കത്തില്ല, ചെത്തി ചെത്തി അങ്ങ് കളഞ്ഞോളൂ. അതുപോലെ തന്നെ എല്ലാം എടുത്ത് തിരിച്ചും കൂടെ വെച്ചേക്കാം, അല്ലെങ്കിൽ ചാച്ചൻ്റെ വടക്ക്. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു ഇത്തവണത്തെ നമ്മുടെ സ്കൂൾ ഓപ്പണിങ്ങിന്റെ ഷോപ്പിംഗ്. ഇനിയും കുറച്ചും കൂടെ ഒക്കെ എന്തൊക്കെയോ വരാനുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ആയിട്ട് വാങ്ങിക്കണം. ഇനി യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്യണം, ടെക്സ്റ്റും നോട്ടും എല്ലാം നമുക്ക് പൊതിയണം. അങ്ങനെ കുറെ ജോലിയൊക്കെ കിടപ്പുണ്ട്. ഹോസ്പിറ്റലിൽ പോവുക, 29-ാം തീയതി ഹോസ്പിറ്റലിൽ പോവുക. അതിന് മുന്നേ എല്ലാം ചെയ്തു വെക്കണം. ഞാൻ എന്തായാലും ചെയ്യുന്ന എല്ലാം വീഡിയോ എടുത്തിടാം. എന്തുവാ, ഇതെന്റെ രണ്ടാമത്തെ ലോങ് വീഡിയോയാ. ഞാൻ ഇതിനു മുമ്പ് കൂടുതൽ ഷോർട്സ് ആയിരുന്നു, ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ എന്തായാലും സ്ഥിരമായിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാരും നമുക്ക് സപ്പോർട്ടൊക്കെ ചെയ്യണം. വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ സ്കൂൾ ഓപ്പണിങ്ങിന്റെ ഷോപ്പിംഗ്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.